الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശ്വാസികൾ അള്ളാഹുവിനോട് അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദത്തത്തിൽ സംശയമുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം സത്യസന്ധമാണെന്നും അത് അള്ളാഹു തീരുമാനിച്ച പ്രകാരം നടപ്പിൽ വരുത്തപ്പെടുന്നതാണ് എന്നുമുള്ള വിശ്വാസം അവർക്കുണ്ട്. എങ്കിലും അവരതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. വിശ്വാസികളായ ആളുകൾ, അഹ്ലുൽ ഈമാന്റെ ആളുകൾ, അവരല്ലാഹുവിനോട് പറയാണ്: റബ്ബന, ഞങ്ങളുടെ നാഥ, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണം, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണം, മാ വഅദ്തനാ അലാ റസൂലിക്,
നിന്റെ റസൂലുകളിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതെന്തോ അത് നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ അല്ലാഹ്. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ അപമാനിക്കുകയും ചെയ്യരുത്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, തീർച്ചയായും നീ വാഗ്ദത്തം ലംഘിക്കാത്തവനാകുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹം പറയുന്നതായി നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, വിശ്വാസി സമൂഹം ഉറപ്പായും അവരുടെ ഖൽബിൽ ദൃഢമാക്കി വെച്ചുള്ള ഒന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദത്വം. ആ വാഗ്ദാനം അള്ളാഹു നൽകുന്നത് വിശ്വാസി സമൂഹത്തിന് ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകും എന്നതാണ്. രണ്ടാമത്തത്, അള്ളാഹു വാഗ്ദത്തം ചെയ്ത ഏതൊരു കാര്യവും അവൻ നടപ്പിൽ വരുത്താതിരിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാൻ 3-ാം അധ്യായത്തിന്റെ 194-ാമത്തെ വചനം, അതിൽ അള്ളാഹു പറഞ്ഞതാണ്. ഇനി പരിശുദ്ധ ഖുർആനിലൂടെ കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ആളുകൾക്ക്, അമലു സാലിഹാത്തുള്ള ആളുകൾക്ക് അവർക്ക് പുറത്തു കൊടുക്കും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. അതുപോലെ തന്നെ അവർക്ക് വലിയ പ്രതിഫലം നൽകും എന്നതും അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ കാണാം, വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ അദീം. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാനിന്റെ ആളുകൾ, അമലു സ്വാലിഹാത്തിന്റെ ആളുകൾ അഥവാ ദൃഢവിശ്വാസവും സൽപ്രവർത്തനങ്ങളും ചെയ്ത ആളുകൾ, അവർക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്യുകയാണ് എന്ത്? ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. മാത്രമല്ല വഅജ്റുൻ അദീം, വമ്പിച്ച പ്രതിഫലവുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്യുകയാണ്. നിങ്ങൾ നോക്കാം, അമ്പിയാക്കളല്ലാത്ത ഏതൊരു മനുഷ്യനും അബദ്ധം വരിക സ്വാഭാവികമാണ്. അമ്പിയാക്കൾ ഇസ്മത്തുള്ളവരാണ്. അഥവാ ഈ ഉമ്മത്തിന്റെ കാര്യമെടുത്താൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതത്വമുള്ള ആളാണ്, ഇസ്മത്തുള്ളയാളാണ്. എന്നാൽ പ്രവാചകന്റെ സ്വഹാബികൾ അങ്ങനെയല്ല, താബിഈങ്ങൾ അങ്ങനെയല്ല, തബഉ താബിഈങ്ങൾ അങ്ങനെയല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യന്മാരിൽ എത്ര ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടായാലും ശരി, അവരിലൂടെ പാപമുണ്ടാവുക എന്നത് തടയപ്പെട്ടതേ അല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ള ആളുകൾക്ക് തന്നെ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. ഈമാനുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കും. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് ധരിച്ചു വെച്ചൊരു ധാരണയുണ്ട്. അതെന്താ? പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ അഥവാ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ പാണ്ഡിത്യമുണ്ട് എന്ന് അവകാശപ്പെടുകയും ഞങ്ങൾ മാത്രമാണ് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പടച്ചു വിട്ടൊരു നുണയുണ്ട്. അതെന്താ? നമ്മൾ വലിയായി പറയുന്ന, നമ്മൾ വലിയ പണ്ഡിതനായി ബഹുമാന്യനായി പറയപ്പെടുന്നയാൾ വലത്തോട്ട് തുപ്പുക എന്ന കറാഹത്ത് പോലും ചെയ്യാത്തവരാണ് നാം. അപ്പൊ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയാകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വലത്തോട്ട് തുപ്പുക എന്നുള്ള കറാഹത്ത് പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു നിബന്ധന ഇസ്ലാം വെച്ചിട്ടില്ല. അങ്ങനെ ഒരു നിബന്ധന അഹ്ലുൽ ഈമാനിന് അള്ളാഹു വെച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയുകൾ അല്ല എന്ന് പറയേണ്ടി വരും. വലിയുകൾ അല്ല എന്ന് പറയേണ്ടി, കാരണം അവരിൽ നിന്നൊക്കെ പല രൂപത്തിലുള്ള തെറ്റുകൾ വന്നത്, പാപങ്ങൾ വന്നിട്ടുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാൻ ഒരു സംഭവം പെട്ടെന്ന് പറയാം.
സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നിയാണ്, പ്രവാചകന്റെ ഭാര്യയാണ്. ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വരുന്ന അവസരത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം ഉണ്ടാകുന്നത്. ആ അപവാദ പ്രചരണം ഉണ്ടാക്കിയത് ഒരു കപടവിശ്വാസിയാണ്. എന്നാൽ ആ അപവാദ പ്രചരണത്തിന് ഏറ്റവും ശക്തമായി മുന്നിൽ നിന്ന ആളുകളിൽ ഒരാൾ മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു ആണ്. ആരാ മിസ്തഹ്? ഫഖദ് ശഹിദ ബദറൻ, ബദർ പോരാളിയാണ്. ബദറിൽ പോരാടിയ സഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കാം. സ്വാഭാവികമായും മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇതിൽപ്പെട്ടു. മിസ്തഹ് മാത്രമല്ല, വേറെയും ധാരാളം ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്മത്ത്, പാപസുരക്ഷിതത്വം എന്നത് അമ്പിയാക്കളിൽ മാത്രം നിക്ഷിപ്തമാണ്. അല്ലാത്തവർക്കൊക്കെ പാപമുണ്ടാവാം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഈമാനും അമലുസ് സ്വാലിഹാത്തും ഉള്ള ആളുകൾ തന്നെ അവരുടെ അടുത്തുനിന്ന് വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വാഗ്ദാനം നൽകുകയാണ്, ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്, വഅജ്റുൻ അദീം, വമ്പിച്ച പ്രതിഫലം അവർക്കുണ്ട്. ഈമാനും അമലുസ് സ്വാലിഹാത്തും ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടാം, തേടാതിരിക്കാം. രണ്ടാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും, ശിർക്കൊഴിച്ചുള്ള ഏത് പാപങ്ങളും. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നത് പുറത്തു കൊടുക്കുന്നതല്ല. അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാതെ ശിർക്ക് അവസാനിപ്പിച്ച് തൗഹീദിലേക്ക് വന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാലല്ലാതെ ശിർക്കെന്ന പാതകം അല്ലാഹു പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന്റെ താഴെയുള്ള അതല്ലാത്ത ഏത് പാപങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഫضല് കൊണ്ട് അവൻ പുറത്തു കൊടുക്കാം. അല്ലാഹ് പറഞ്ഞതാണ്. അപ്പൊ വിശ്വാസികൾക്കൊരു വാഗ്ദത്തമാണ്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. പോരാ, വഅജ്റുൻ അദീം, വമ്പിച്ച പ്രതിഫലവുമുണ്ട്. ഈമാനും അമലുസ് സ്വാലിഹാത്തും ഉള്ളവർക്കുള്ള വാഗ്ദത്തമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്തിൽ കാണാം, അല്ലാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. വഅദല്ലാഹ്, അല്ലാഹു വാഗ്ദത്തം നൽകുകയാണ്, അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വസിച്ച ആണുങ്ങൾക്കും വിശ്വസിച്ച പെണ്ണുങ്ങൾക്കും. സാധാരണ ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളൊക്കെ പറയുന്ന ഏറ്റവും വലിയ പരാതി ഈ ഇസ്ലാമിൽ പുരുഷ മേധാവിത്താണ്. പുരുഷന്മാർക്കൊക്കെ ഉള്ളത്, മരിച്ചെന്നാലും ഓൽക്കന്നെ ഹൂറിമാരുള്ളൂ, ഈ പെണ്ണുങ്ങളെ കാര്യം മഹാ കഷ്ടാണെന്നാ പറയാം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അതൊരു സ്ത്രീപക്ഷ വായന ഉള്ള ഗ്രന്ഥാണോ എന്ന് തോന്നിപ്പോകും. അതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി, എപ്പോൾ കാണാൻ പറ്റും. ഏതെങ്കിലും സ്ഥലത്ത് പുരുഷന് ആധിപത്യമുണ്ടെന്നോ പുരുഷന് മേൽക്കൈ ഉണ്ടെന്നോ പറയുന്നത് അതൊരു പക്ഷേ സ്ത്രീകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് ഇടപെടാൻ കഴിയാത്തൊരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അതുണ്ടാകുക. അവർക്ക് എപ്പോഴും ഇടപെട്ടു പോകാൻ കഴിയാത്ത പരിമിതികളും പരിധികളുമുള്ള മേഖലയെക്കുറിച്ചായിരിക്കും അത് ചർച്ച ചെയ്ത്. അല്ലാത്ത ഏത് നോക്കിയാലും അവിടെയെല്ലാം രണ്ടു കൂട്ടർക്കും ഒരുപോലെ, നിസ്കരിച്ച പെണ്ണിനും നിസ്കരിച്ച ആണിനും ഒരേ പ്രതിഫലമാണ്. നോമ്പെടുത്ത പെണ്ണിനും നോമ്പെടുത്ത ആണിനും ഒരേ പ്രതിഫലമാണ്. സകാത്ത് കൊടുത്ത ആണിനും സകാത്ത് കൊടുത്ത പെണ്ണിനും ഒരേ പ്രതിഫലമാണ്. ഹജ്ജ് ചെയ്ത ആണിനും ഹജ്ജ് ചെയ്ത പെണ്ണിനും ഒരേ പ്രതിഫലമാണ്.
അതാണ് അല്ലാഹ് പറഞ്ഞത്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസികളായ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അല്ലാഹു വാഗ്ദത്തം നൽകുകയാണ്, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്കുണ്ട്. അതാണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. മാത്രമല്ല അവർ ഖാലിദീന ഫീഹാ, അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളാണ്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ ആ സ്വർഗങ്ങളിൽ വിശിഷ്ടമായ ഭവനങ്ങളും അവർക്കുണ്ട്. അതാണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. കാരണം വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ ആണുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട്. അപ്പോ വിശ്വാസി സമൂഹം, അതാണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും, അവർക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്യുകയാണ്, നിങ്ങൾ കൃത്യമായ വിശ്വാസത്തിലും അമലു സ്വാലിഹാത്തിലുമാണോ? ബേജാറ് വേണ്ട, ബേജാറ് വേണ്ട. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഹ്രസ്വമായ ജീവിതത്തെക്കാൾ അപ്പുറത്ത് വിശാലമായ ജീവിതം, ഒരിക്കലും നശിക്കാത്ത ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ലഭിക്കാനിരിക്കുന്ന പുണ്യങ്ങൾ ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരായത്ത് കൂടി ഞാൻ അതിലേക്ക് വെക്കാൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാൻ, ലകിനിൽ ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ലകിൻ അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ലഹും അവർക്കുണ്ട്, ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ, തട്ടുകളായിട്ടുള്ള സൗധങ്ങൾ അവർക്കുണ്ട്. പല നിലകളിലുള്ള സൗധങ്ങൾ അവർക്കുണ്ട്. ആ സൗധങ്ങളുടെ പ്രത്യേകത തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ നദികൾ ഒഴുകുന്ന സുന്ദരമായ രമ്യഹർമ്മങ്ങൾ അവർക്കുണ്ട്. അള്ളാന്റെ വാഗ്ദത്തമാണത്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അവന്റെ വാഗ്ദത്തം അവൻ ലംഘിക്കുകയില്ല. അള്ളാഹു അവന്റെ വാഗ്ദത്തം ലംഘിക്കുന്നതല്ല എന്നും അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പോൾ ഒരു കാര്യം, സത്യവിശ്വാസികൾ റബ്ബിനോട് പറയുന്ന ആ വാഗ്ദത്തത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവരെപ്പോഴും ഓർത്തു പറയാ, റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമഹ് ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. വിശ്വാസികൾ റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാഹ് വാഗ്ദത്തം ചെയ്ത് തരണേ, അല്ലാഹ് അപമാനിക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് തരണേ എന്ന്. ആ ആഗ്രഹം അവൻ എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനമായി പറയപ്പെട്ടൊരു കാര്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ, ഈ വാചകത്തെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ അസ്വസ്ഥതകളിലൂടെയാണത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും കേരളത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വടക്കേന്ത്യയിലേക്കൊക്കെ പോയാൽ പല രൂപത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. എന്താണ് ആ വാഗ്ദാനം? ഇന്ത്യ രാജ്യം സ്വതന്ത്രമായിട്ട് 79 കൊല്ലാവണം. 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. 79 വർഷങ്ങളായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ആ സ്വാതന്ത്ര്യം വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ കഴിയാത്ത ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. കുറച്ചു കാലങ്ങളായി ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1800 മുതൽ ഇങ്ങോട്ട്, അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ, അല്ല അതിനു മുമ്പ് മുതൽ പരിശോധിച്ചാൽ, അതിനുവേണ്ടി ഏറ്റവും അധികം പണിയെടുക്കുകയും തങ്ങളുടെ രക്തവും സമ്പത്തും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ഒരു സമുദായം, ആ സമുദായം ചോദ്യ ചിഹ്നത്തിലാക്കപ്പെടുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ കേരളത്തിലേക്കും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അലയൊലികൾ കേരളത്തിൽ കുറെ കാലമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സമുദായം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. പ്രത്യേകം ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ കൂടുതലായി ജീവിക്കുന്ന പ്രദേശമാണോ, ആ പ്രദേശത്തിന് പ്രത്യേകമായ നാമകരണം തന്നെ ചെയ്യാൻ പല ആളുകളും രംഗത്തുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുകയും ആ സമുദായം അനുഭവിച്ച ത്യാഗങ്ങളെ വിസ്മരിക്കുകയും ആ ത്യാഗങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള ശ്രമം ചരിത്രം മാറ്റിയെഴുതപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് ഫഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅദുഹും ഔ നതവഫയന്നക ഫഇലൈനാ യുർജഊൻ. അല്ലാഹുവിന്റെ ഖുർആൻ, ഫസ്ബിർ, നബിയെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്ക്, നബിയെ നിങ്ങൾ ക്ഷമയോടെ നിൽക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യസന്ധമാണ്, അല്ലാഹുവിന്റെ വാഗ്ദത്തം യാഥാർത്ഥ്യമാണ്. ഫഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅദുഹും, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാണ്, ഇനി നാം അവരോട് താക്കീത് ചെയ്യുന്നതിൽ ചിലത് ഒരു പക്ഷേ നിനക്ക് നാം കാണിച്ചു തന്നേക്കുന്നതാണ്. ഔ നതവഫയന്നക ഫഇലൈനാ യുർജഊൻ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നിന്നെ നാം പിടിച്ചെടുക്കുകയും ചെയ്തെന്ന് വരാം. നമ്മളുടെ അടുക്കലേക്ക് തന്നെയാണ് അവരുടെ മടക്കം. ഈ ആയത്തിൽ അള്ളാന്റെ റസൂലിന് ഒരു വാഗ്ദാനം കൊടുക്കണം അല്ലാഹു. ഈ വാഗ്ദാനവും നമ്മൾ തമ്മിൽ എന്താ ബന്ധം ചോദിക്കാൻ? യഥാർത്ഥത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് കൊടുത്ത വാഗ്ദത്തമാണത്. അതെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും എത്രയാണെന്ന് നമുക്കൊന്നും വിവരിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. മക്കയിൽ മാത്രമല്ല, മദീനയിലെത്തിയിട്ടും അങ്ങനെയായിരുന്നല്ലോ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. അതെന്താ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. നിങ്ങളെ ഭയാശങ്കയിലാക്കുന്ന മുഴുവൻ ഭയാശങ്കകളും ഇല്ലാതെയാക്കി നിർഭയത്വം പകരം തരും. പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പ്രാതിനിധ്യവും തരും. അല്ലാഹു പറഞ്ഞതാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അല്ലാഹു പറഞ്ഞതാണ്, തരാം, വാഗ്ദാനാണ്, പേടിക്കണ്ട. വരുന്ന പ്രയാസങ്ങളെ ക്ഷമിച്ചോളി, നിങ്ങൾ ക്ഷമയോടെ സ്ഥിരതയോടെ നിൽക്ക്. ഇന്ത്യ രാജ്യത്തിൽ ഒരു മുസ്ലിമിന്റെ റോൾ എന്താന്ന് ചോദിച്ചാൽ, കയ്യിൽ കിട്ടിയ കൊടുവാളുമെടുത്ത്, കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ആയുധമെടുത്ത് പുറത്തിറങ്ങി ചാടി ഉപദ്രവം ഉണ്ടാക്കി പ്രയാസം ഉണ്ടാക്കലല്ല. അങ്ങനെ ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. അതല്ല മുസ്ലിങ്ങളുടെ പണി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ വീട് ഒരാൾ നല്ല ഭംഗിയാക്കി ഉണ്ടാക്കിയിട്ട് അടുക്കൊരു പ്രശ്നം വന്ന സമയത്തും പുറത്തിറങ്ങിയിട്ട് ആ വീടങ്ങോട്ട് തകർക്കാൻ ശ്രമിച്ചാൽ ഇവനേക്കാളും വലിയ വിഡ്ഢിയാരുള്ളത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അവർ ഇവിടുത്തെ മറ്റു ജനങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ബിൽഡ് ചെയ്തത്.
എന്നിട്ട് ഇനി ഇതിനെ തകർക്കാൻ മുസ്ലിങ്ങൾ നിൽക്കൂലല്ലോ. പിന്നെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം തരികയാണ്. നിങ്ങൾ അല്ല പറഞ്ഞതുപോലെ നിന്നാ മതി. ഇത് ദാറുൽ ഹർബല്ല, ദാറുൽ ഇസ്ലാം അല്ല, ദാറുൽ അഹ്ദാണിത്. ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല. ഇത് ഇസ്ലാമിനെ ത്യജിക്കുന്ന, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച നാടുമല്ല, മറിച്ച് ദാറുൽ അഹ്ദാണിത്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള, എല്ലാവരുടെയും അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണമെന്ന് കൃത്യമായി കരാർ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ കൃത്യമായി ജനാധിപത്യത്തെ കൃത്യമായി മനസ്സിലാക്കി ഈ രാജ്യത്തെ മറ്റു ജനങ്ങളുമായി ചേർന്ന് ആരാണോ ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്നത് അവന്റെ കൈക്കു പിടിക്കാൻ, അതിനെതിരെ ശക്തമായി നിന്ന് ക്ഷമയും സഹനത്തോടെയും നിന്നാൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് സഹായം തരാം എന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞതാണ്. അത് അള്ളാന്റെ വാഗ്ദത്തമാണ്. അത് റസൂലുള്ളാഹിനോടും പറയുന്നത്, നബിയേ നിങ്ങൾ ക്ഷമിച്ചെന്നോ? വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അതിൽ ചിലത് നിങ്ങളെ കാണിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങൾ അതിനു മുമ്പ് മരിച്ചു പോയാലോ? ഖിയാമത്ത് നാളിലേക്ക് അവിടെ എത്തും എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരിണിതി കാണാം. ദുനിയാവിൽ വെച്ച് തന്നെ കണ്ടു അല്ലാഹുവിന്റെ റസൂൽ. മക്കയിലെ 10 കൊല്ലത്തെ 13 കൊല്ലത്തെ നിരന്തരമായ പീഡനങ്ങളും പ്രയാസങ്ങളും ജനിച്ച നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പുറത്താക്കപ്പെടുമ്പോ അതിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടുത്തെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങുകയാണ്. കണ്ണുനീരോടെ മക്കയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓ മക്ക, നിന്റെ ഈ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നതിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പോയത്. മദീനയിലെത്തിയപ്പോൾ റസൂൽ പ്രാർത്ഥിച്ചെന്ന, അള്ളാഹുവെ, മക്ക എന്റെ കൽബിൽ ഇഷ്ടപ്പെടുത്തി തന്നതുപോലെ ഈ രാജ്യവും എന്റെ കൽബിൽ ഇഷ്ടമുണ്ടാക്കി തരണേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അങ്ങനെ സമ്പൂർണമായി നിഷ്കാസിതനാക്കപ്പെടുമ്പോ എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ പോകുന്നിടത്ത് നിന്ന് തിരിച്ചാ രാജ്യത്തേക്ക് വരുമെന്ന ഒരു ചിന്തയില്ലല്ലോ. പക്ഷെ അള്ളാഹ് പറഞ്ഞതാണെന്ത്? നിങ്ങൾക്ക് സ്വസ്ഥത തരാം, സമാധാനം തരാം. നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായി നിൽക്കാൻ കഴിയും. എന്ത് വേണമെന്നറിയോ? നമ്മളൊരു പണിയെടുക്കേണ്ടതുണ്ട്. നമ്മളൊരു പണിയെടുക്കേണ്ടതുണ്ട്. അള്ളാന്റെ വാഗ്ദത്തം അവൻ ചെയ്യും. പക്ഷെ നമ്മളോട് ചെയ്ത പണി നമ്മളും ചെയ്യണം. അള്ളാന്റെ റസൂലും അവിടുത്തെ സഹാബത്തും അതിശക്തമായി ചെയ്തപ്പോ ബാക്കിയെല്ലാം അള്ളാഹു അങ്ങനെ കൊടുത്തു. ഒരാളുടെയും കഴിവല്ല, ഒരായുധത്തിന്റെയും ബലമല്ല, ഒരാൾബലത്തിന്റെയും ശക്തിയല്ല, ഒരു പണത്തിന്റെയും ഹുങ്കല്ല, മറിച്ച് അള്ളാന്റെ റസൂലിനും സഹാബത്തിനും അത് കിട്ടിയത് എങ്ങനെ? അത് അള്ളാഹുവിന്റെ ഖുർആൻ വാക്ക് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന വാഗ്ദാനം അതൊരിക്കലും പൊളിയല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതവൻ തരിക തന്നെ ചെയ്യും. ആ പ്രത്യാശ നമ്മുടെ ഖൽബിലുണ്ടാവണം. എന്നിട്ട് റബ്ബിനോട് ദുആ ഇറക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനത്തെക്കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തരാം, നമുക്ക് അള്ളാഹു തരും, വിശ്വാസികൾക്ക് അള്ളാഹു നൽകാം എന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തതാണ്. അതിനെന്ത് വേണം? 2 കാര്യങ്ങൾ ചെയ്താൽ മതി. 2 കാര്യങ്ങളിൽ നിങ്ങൾ വ്യതിചലിക്കാതെ, നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാത്ത രൂപത്തിൽ നിങ്ങൾ നിൽക്കണം. അതെന്താണ്? ഒന്ന്, അള്ളാഹ് പറഞ്ഞു, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. 2 കാര്യങ്ങൾ. യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈഅ, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും വേണം.
എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ വിശ്വാസം. അമ്പിയാക്കളുടെ വളീഫത്ത് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്ന ഒന്നും നിങ്ങളിൽ ഉണ്ടാവരുത്. നിങ്ങൾ നോക്കൂ, 13 കൊല്ലം ഈ വിശ്വാസം ദൃഢമാക്കപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം അതീവ പരീക്ഷണങ്ങൾ ഉണ്ടായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യിപ്പിച്ചു. പോയി. ശേഷം ഒരു 10 കൊല്ലമല്ലേ? ശേഷം ഒരു 10 കൊല്ലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 10 കൊല്ലങ്ങളിൽ അത്ഭുതങ്ങളാണ് പിന്നെ സംഭവിക്കുന്നത്. ബദറിൽ 300 ചില്ലാൻ ആളുകൾ, പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം. അങ്ങനെ തുടങ്ങി മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ആ അമ്നും അതുപോലെ തന്നെ തമക്കുനും അല്ലാഹു നൽകുകയായിരുന്നു. പിന്നെയാണ് മക്ക തന്നെ പൂർണ്ണമായും ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദാനം അല്ലാഹു കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ലോകത്ത് കടന്നുപോയ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ട്, എല്ലാം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? ഇവിടെ ആരൊക്കെ എങ്ങനൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നവരാണെങ്കിൽ ഈ രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ കഴിയും എന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്തത് സത്യസമ്പൂർണമാണ് എന്നതുകൊണ്ട് തന്നെ അത് ലഭിക്കും നമുക്ക്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോടുള്ള വാഗ്ദത്വം കൃത്യമാക്കിയാൽ മതി, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ചാൽ മതി. അള്ളാഹുവിനെ ആരാധിച്ച് അവനെ ഒന്നിനെയും പങ്കുചേർക്കാതിരുന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായം മാറിയാൽ ഇല്ലട്ടോ, ഉറപ്പാണ്, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആരൊക്കെ കളഞ്ഞു ശ്രമിച്ചാലും അത് സംഘപരിവാരമല്ല, കൃസംഗികളെന്നല്ല, രാഷ്ട്രത്തിന്റെ അതിന്റെ മുഴുവൻ സന്നാഹങ്ങളും ഒരുമിച്ച് വന്നാലും ശരി, ഇല്ല, ഒന്നും ചെയ്ത് നശിപ്പിക്കാൻ കഴിയില്ല. അത് ഇന്നലകളുടെ ചരിത്രമാണ്, ഇന്നലകളുടെ ചരിത്രമാണത്. ഈ രാജ്യത്ത് മുസ്ലിം സമുദായം മനസ്സിലാക്കിയതും പഠിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ കൽബിൽ ഉറപ്പിച്ചു വെച്ചോ. ഞാൻ പറയും, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാൻ ഒരു അഹ്ലുൽ ഈമാനാണ്, അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ. നാലാമത് ഞാനൊരു ഇന്ത്യക്കാരനാണ്. അത് പറയാൻ ധൈര്യമുള്ളവരാണ് നമ്മൾ. കാരണം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ ഇപ്പോഴും പറയും, പ്രത്യേകിച്ച് യുപിയിലൊക്കെ ആളുകൾ ഭയപ്പെട്ടു തുടങ്ങുന്നു. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ബാങ്ക് നിർത്തലാക്കുന്നു, ഇനി നിസ്കാരം നിർത്തലാക്കും എന്നൊക്കെ ചില ആളുകൾ വീമ്പിളക്കുകയും അത് പരസ്യമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിലും ചില ആളുകളൊക്കെ അത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുമുണ്ട്. ഇല്ല, ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. മാത്രമല്ല, മുസ്ലിം സമുദായം എപ്പോഴും ഏത് സന്ദർഭത്തിലാണോ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നിട്ടുള്ളത്, അവിടെയാണ് അബുൽ കലാം ആസാദിനെ ഓർക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ, അള്ളാഹുവിന്റെ ഖുർആനിനെ കൃത്യമായി തഫ്സീർ എഴുതിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചു. മുസ്ലിം സമുദായത്തിൽ മുഹമ്മദ് അലി ജൗഹറിനെ പോലെ കൃത്യമായി അള്ളാഹുവിന്റെ ദീനിനെ ആദ്യവും ഇന്ത്യ രാജ്യത്തെ പിന്നെയും സ്വീകരിച്ചു വെച്ച മഹാരഥന്മാർ. ആ ആളുകളാണ് ഈ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മുൻഗാമികൾ എന്നതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു വെച്ച മനസ്സിൽ അവർ പോയ റൂട്ടിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരാൾക്കും തൊടാൻ കഴിയില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാന്റെ വാഗ്ദത്വം നമ്മുടെ കൂടെ ഉണ്ടാകും. അത് അല്ലാഹു റസൂലുള്ളാഹിനോട് പറഞ്ഞതാ, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്. അള്ളാഹുവിന്റെ വാഗ്ദത്വം സത്യസന്ധമാണ് നബിയെ, ബേജാറാവണ്ട. ആയത്തിൽ വലാ യസ്തഖിഫന്നല്ലദീന ലാ യുഖിനൂൻ. യാതൊരുവിധ ഉറപ്പുമില്ലാത്ത ആളുകൾ, ഒരു തരത്തിലും ഉറപ്പില്ലാത്ത ആളുകൾ, അവർ നിങ്ങളുടെ സ്ഥൈര്യം നശിപ്പിക്കാതിരിക്കട്ടെ. ഖുർആൻ പറയാം, ഒരുറപ്പില്ലാത്ത മനുഷ്യന്മാർ
നിങ്ങളുടെ ധൈര്യം ഉറപ്പ് നശിപ്പിക്കാതിരിക്കട്ടെ, ക്ഷമിച്ചെന്നോളി നബിയെ. നമുക്കും പറയാനുള്ള വാക്കതാ, ഇന്ത്യൻ മുസ്ലിമീങ്ങളും പറയാനുള്ള വാക്കതാ. ഉറപ്പില്ലാത്ത കുറെ ആളുകൾ, യാതൊരു അടിത്തറയുമില്ലാത്ത കുറെ ആളുകൾ എന്തെങ്കിലും പുറംപൂച്ച് കാണിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ധൈര്യവും ചോർന്നു പോകാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞത് കൽബിൽ ചേർത്ത് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വതഖ ഈ മലപ്പുറം ജില്ലയിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, മറ്റു വിഷയങ്ങളൊക്കെയുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ഇന്ന് സ്വതഖയായി സ്വീകരിക്കണം. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഒരു സ്വതഖ അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് കാലം കഴിഞ്ഞു പോകുമ്പോൾ അത് നൽകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടപ്പെടുത്തപ്പെടുന്ന ആളുകൾ അള്ളാഹുർക്ക് സഹായവും അനുഗ്രഹവും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.